സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺകേവ് മിററിന്റെ റേ ഡയഗ്രാം എങ്ങനെ വരയ്ക്കാമെന്നാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് റേ ഡയഗ്രാം വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിന്റെ പാർട്സ് അല്ല ഇത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഈ നീല ലൈനാണ് പ്രിൻസിപ്പൽ ആക്സിസ്. അത് കഴിഞ്ഞിട്ട് ഈ പച്ച ഡോട്ടാണ് സെന്റർ ഓഫ് കർവേച്ചർ. എഫ് എന്ന് പറയുന്നത് ഫോക്കസ്. പിന്നെ വരുന്നത് ഈ ഒരു പോയിന്റ് നമ്മൾ പോൾ എന്നാണ് പറയുന്നത്. പോൾ. ഇത് വരയ്ക്കുന്നതിന് ഒരു 4 റൂൾസ് ഉണ്ട്. ഫസ്റ്റ് ഞാൻ റൂൾസ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ഒരു ലൈന് അല്ല ഒരു റേ അത് റിഫ്ലക്റ്റിംഗ് സർഫസിൽ തട്ടിയിട്ട് ഫോക്കസിൽ കൂടി പാസ്സാകും. ഇനി അടുത്ത് രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് ഫോക്കസിൽ കൂടി വരുന്ന ഒരു റേ റിഫ്ലക്റ്റിംഗ് സർഫസിൽ തട്ടിയിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പാസ്സാകും. ഇനി മൂന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് കർവേച്ചർ വഴി വരുന്ന ഒരു റേ റിഫ്ലക്റ്റിംഗ് സർഫസിൽ തട്ടിയിട്ട് തിരിച്ച് അതേ ലൈനിൽ കൂടി റീബൗണ്ട് ചെയ്യും. അതാണ് മൂന്നാമത്തെ റൂൾ. ഇനി അടുത്ത് നാലാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ പോള് ഇപ്പം റേ ഓഫ് ലൈറ്റ് പോളിലാണ് വരുന്നത് വെച്ചോ. പോളി വരുന്ന ലൈറ്റ് എത്ര ആംഗിളിലാണോ ഇടിക്കുന്നത് അതേ ആംഗിളിൽ തിരിച്ച് റിഫ്ലക്ട് ചെയ്യും. അതായത് 30 ഡിഗ്രിയിലാണ് ഇടിക്കുന്നതെങ്കിൽ തിരിച്ച് 30 ഡിഗ്രിയിൽ റിഫ്ലക്ട് ചെയ്യും. ഇതാണ് 4 റൂൾ. സോ നമുക്ക് ഫസ്റ്റ് റേ ഡയഗ്രാം വരയ്ക്കുന്നതിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നത് ഇൻഫിനിറ്റിയിലാണ്. ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഈ കോൺകേവ് മിററിന്റെ ഇതിൽ നിന്ന് വളരെയധികം ദൂരെയാണെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ സപ്പോസ് ഇൻഫിനിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ് വെച്ച് എയും ബിയും എന്ന് അതിന് മാർക്ക് ചെയ്ത് നമ്മൾ ആ റൂൾ അനുസരിച്ച് റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വന്നിട്ട് റിഫ്ലക്റ്റിംഗ് സർഫസിൽ തട്ടി തിരിച്ച് ഫോക്കസിൽ കൂടി പാസ്സാകും. അടുത്ത് ബി എന്നൊരു റേ പാരലായിട്ട് വന്നിട്ട് തിരിച്ച് തട്ടി എഫിൽ കൂടി പാസ്സാകും. എവിടെയാണോ ഈ ഫസ്റ്റ് 2 റേ നമ്മൾ വരച്ചില്ല, ഈ 2 റേ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന അവിടെയാണ് നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത്. അതായത് ഇമേജ് എവിടെയാണ് ഇവിടെ ഫോം ചെയ്യുന്നത്? ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത് ഫോക്കസിലാണ്. സോ താഴെ എഴുതിയിട്ടുണ്ട്, ഒബ്ജക്റ്റ് നമ്മൾ വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഇൻഫിനിറ്റി. ഇമേജ് ഫോം എവിടെയാണ്? അറ്റ് ദ ഫോക്കസ്. അപ്പൊ നമ്മുടെ ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത് ഇതാണ് ഇമേജിന്റെ സൈസ്. പക്ഷെ നമുക്ക് കിട്ടിയ ഇമേജ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് കിട്ടിയ ഇമേജിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഹൈലി ഡിമിനിഷ്. സോ ഇമേജിന്റെ വേറൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ റിയൽ ആൻഡ് ഇൻവെർട്ടഡ് എന്ന് പറഞ്ഞാൽ റിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരു സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇൻവെർട്ടഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ച ഇമേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ വെച്ചത്, AB. നമുക്ക് കിട്ടിയ ഇമേജ് എന്ന് പറയുന്നത് ബിയും എ ആയിട്ടാണ് കിട്ടിയത്. അതായത് തലകുത്തനെ കിട്ടും. അതിനെയാണ് റിയൽ ആൻഡ് ഇൻവെർട്ടഡ് എന്ന് പറയുന്നത്. സോ അടുത്ത് നമ്മൾ ഒബ്ജക്റ്റ് വെക്കാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ബിയോണ്ട് സെന്റർ ഓഫ് കർവേച്ചർ. അതായത് സെന്റർ ഓഫ് കർവേച്ചറിന്റെ ജസ്റ്റ് ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കാൻ പോകുന്നത്. എയും ബി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് വെച്ചു. നമ്മൾ ആ റൂൾ അനുസരിച്ച് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഇത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകുന്ന ലൈന് നേരെ ഫോക്കസിൽ കൂടി പാസ്സാകും. ഇനി അടുത്ത് നമ്മളൊരു മൂന്നാമത്തെ റൂൾ പഠിച്ചു. മൂന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് കർവേച്ചർ വഴി പാസ്സാകുന്ന ലൈന് റിഫ്ലക്റ്റിംഗ് സർഫസിൽ ടച്ച് ചെയ്തിട്ട് തിരിച്ച് റീബൗണ്ട് ചെയ്യും. അപ്പം ഫസ്റ്റ് ഈ 2 റേയും തമ്മിൽ ഫസ്റ്റ് മീറ്റ് ചെയ്യണ പോയിന്റ് ഇതാണ്. അപ്പം സോ ഇവിടെയാണ് ഇമേജ് ഫോം ആവണത്. അപ്പൊ ഈ ഇമേജ് ഫോം ആവണ ഇങ്ങനെയാണ് ഇമേജ് പോകുന്നത്. അതായത് ബി എ ഡാഷ് ബി ഡാഷ്. സോ ഇവിടെ ആയിരിക്കും ഇമേജ് ഫോം ആവുന്നത്. സോ നമ്മൾ വെച്ചത് എവിടെയാണ്? ഒബ്ജക്റ്റ് ബിയോണ്ട് ദ സെന്റർ ഓഫ് കർവേച്ചർ. നമുക്ക് ഇമേജ് എവിടെയാണ് കിട്ടിയത്? ഇമേജ് കിട്ടിയത് ബിറ്റ്വീൻ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കസ്. ഈ കിട്ടിയ ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ വെച്ച ഇമേജിനെക്കാളും വെച്ച ഒബ്ജക്റ്റിനെക്കാളും ചെറിയ ഇമേജ്. അതാണ് ഡിമിനിഷ്ഡ് എന്ന് എഴുതിയിരിക്കുന്നത്. കിട്ടിയ ഇമേജ് എന്ന് പറയുന്നത് സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ തലകുത്തനെ എഴുതിയത് ആണ് റിയൽ ആൻഡ് ഇൻവെർട്ടഡ്. നമ്മളിത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ വരയ്ക്കുന്നതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് കിട്ടാൻ പാട്. നിങ്ങൾ സ്കെയിൽ വെച്ച് വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഇമേജ് കിട്ടും. സോ അടുത്ത് നമ്മൾ ഒബ്ജക്റ്റ് വെക്കാൻ പോകുന്നത്
അറ്റ് ദ സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചറിലാണ് അടുത്ത് നമ്മൾ ഒബ്ജക്റ്റ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒബ്ജക്റ്റ് വെച്ച് സെന്റർ ഓഫ് കർവേച്ചറിൽ നമ്മൾ ഒബ്ജക്റ്റ് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഒബ്ജക്റ്റ് വെച്ച് ഒബ്ജക്റ്റിന്റെ പേര് എയും ബിയും. നമ്മളെ ഫസ്റ്റ് റൂൾ അനുസരിച്ച് എ കൂടി പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ച് ആ ലൈൻ ഇതിൽ തട്ടിയിട്ട് തിരിച്ച് ഫോക്കസിൽ കൂടി പാസ്സാകും. അപ്പോൾ അടുത്ത് നമ്മൾ ഒരു റൂൾ രണ്ടാമത്തെ റൂൾ എന്താണ്? രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് ഫോക്കസിൽ കൂടി പോണ ഒരു ലൈന് റിഫ്ലക്റ്റീവ് സർഫസിൽ തട്ടി തിരിച്ചു വന്ന് ഇതിൽ തട്ടും. സോ നമുക്ക് ഇമേജ് കിട്ടുന്നത് എവിടെയാണ്? ഇവിടെയാണ്. ഈ പോയിന്റിലാണ് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇമേജ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇവിടെയാണ്. സോ ഇമേജ് എന്ന് പറഞ്ഞാൽ A', B'. ഇവിടെ കിട്ടിയ ഇമേജിന്റെ പ്രോപ്പർട്ടി എന്താണ്? ഇമേജ് എവിടെയാണ് കിട്ടിയ? അറ്റ് ദ സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചറിലാണ് നമുക്ക് കിട്ടിയ ഇമേജ്. ഒബ്ജക്റ്റ് വെച്ചത് എവിടെയാണ്? സെന്റർ ഓഫ് കർവേച്ചറിലാണ് വെച്ചത്. അവിടെ തന്നെയാണ് നമുക്ക് എന്തോന്ന് കിട്ടിയത്? ഒബ്ജക്റ്റിന്റെ ഇമേജ് കിട്ടിയത്. ഒബ്ജക്റ്റിന്റെ ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത് സെയിം സൈസ് ആണ്. കിട്ടിയ ഇമേജ് എന്ന് പറഞ്ഞാൽ റിയൽ ആൻഡ് ഇൻവെർട്ടഡ്.